Thank you so much, the SNMC small kids, for singing the Devada Shiva. And now I would like to invite Mr. Sandeep Panikkar to the stage to deliver the keynote address. Mr. Panikkar has been a dedicated and long-standing member of SNMC, deeply committed to its vision and values. He is well versed in the teachings of our Guru and continues to share his knowledge with sincerity and devotion. Please join me in warmly welcome Mr. Sandeep Panikkar to the podium. Thank you, Nisha. ശ്രീനാരായണ മിഷൻ സെൻ്ററിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിലും അതുപോലെ ഗുരുദേവൻ്റെ 171ാമത് ജയന്തി ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾക്കേവർക്കും വിനീതമായ നമസ്കാരം. ഈ വിശേഷ ദിനത്തിൽ ഓണത്തെക്കുറിച്ചും അതുപോലെ ഗുരുജയന്തിയെക്കുറിച്ചും 12 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓണത്തെക്കുറിച്ച് 2 വരികൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കും പൂർവനേരിൻ്റെ ദിനമാണിതോണം, ഓർക്കുവാനെന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. അപ്പൊ ഇതിൽ പറയുന്നത് പോലെ മധുര മനോഹരമായ ഒരോർമ്മയാണ് നമുക്ക് ഓണം. കള്ളവും ചതിവുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്ന, അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു നല്ല കാലത്തിൻ്റെ മധുര മനോഹരമായ ഒരോർമ്മയാണ് ഓണം. നമ്മളൊക്കെ മനുഷ്യരെല്ലാം ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് കവി പാടിയിട്ടുണ്ട്. ഈ മധുര മനോഹരമായ ഓർമ്മയിൽ കാണുന്ന ഒരു ലോകം ഇല്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. കാരണം മഹാബലി എന്ന് പറയുന്ന ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് അക്കാലത്തേക്ക് ഓർക്കുമ്പോഴും അങ്ങനെയൊന്നില്ലായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വർത്തമാനത്തിലേക്ക് വരുമ്പോൾ, വർത്തമാന കാലഘട്ടമാണ് ജീവിതം. ഇപ്പൊ ജീവിതത്തിൽ നമുക്കിപ്പോൾ അറിയാം, കള്ളവും ചതിവും മാത്രമേ ഉള്ളൂ. കള്ളവും ചതിവും ഇല്ലാത്ത ഒരു വർത്തമാനകാലമല്ല. പിന്നെ നമ്മൾ പോകുന്ന ഭാവിയിലേക്കാണ്. ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷകളാണ്. അപ്പോഴും നമ്മൾ ഒരു മധുര മനോഹരമായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അത് ഭൂതകാലമായിരുന്നാലും വർത്തമാനകാലമായിരുന്നാലും അതുപോലെ ഭാവിയിലാണെങ്കിലും ഇതൊന്നും സംഭവ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ താലോലിക്കുകയാണ്. എന്നാൽ ഇനി മഹാബലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാബലി എന്ന വാക്കിന്റെ ടൈമോളജി അല്ലെങ്കിൽ ഉത്ഭവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പം അതിന്റെ ചരിത്രം നോക്കിയാൽ മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം മഹാബലവാനായ ചക്രവർത്തി ആണെന്ന് ചരിത്രം പറയുന്നു. മഹാബലവാനായ ചക്രവർത്തിയുടെ ഉജ്ജ്വലമായ രാജ്യ ഭരണം കണ്ട് ദേവേന്ദ്രന് വലിയ മാനസിക വ്യഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ടിപ്പിക്കൽ മലയാളി സ്വഭാവമാണ് ദേവേന്ദ്രൻ അവിടെ കാണിക്കുന്നത്. എങ്ങനെയും ഇദ്ദേഹത്തെ ഒന്ന് വലിച്ച് താഴെ ഇടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം വിഷ്ണു ഭഗവാനെ സമീപിച്ച്, അപ്പൊ അതിന് ശേഷമാണ് വിഷ്ണു ഭഗവാൻ നമ്മുടെ വാമനന്റെ അവതാരമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ മഹാബലിയുടെ സദസ്സിലെത്തുന്ന അവിടെ കസേരയൊക്കെ എല്ലാം തുടച്ചൊക്കെ വൃത്തിയാക്കി ഇരുത്തി കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്കും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 3 അടി മണ്ണാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം മഹാബലി ചോദിച്ചു, ധർമ്മിഷ്ഠനായ അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്ന മഹാബലി, എന്താണ് അങ്ങിങ്ങനെ 3 അടി മണ്ണ് മാത്രം ചോദിച്ചാൽ ഞാൻ 3 രാജ്യങ്ങളോ 3 പട്ടണങ്ങളോ ഒക്കെ തരുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഇത് തൊട്ടടുത്തിരുന്ന ശുക്ര
ശുക്രാചാര്യന് മനസ്സിലായി ഇത് ചതിയാണ് എന്ന് മനസ്സിലായി. കാരണം മഹാബലിയെ താഴ്ത്തിക്കെട്ടാനായിട്ട് മഹാവിഷ്ണു വന്നിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം മഹാബലിയുടെ ചെവിയിൽ മന്ത്രിച്ചു, വന്നിരിക്കുന്നത് വിഷ്ണു, പാലിക്കരുത് വാക്ക് എന്ന് പറഞ്ഞു. പക്ഷേ മഹാബലി തന്റെ വാക്ക് പാലിക്കാത്തതിൽ യാതൊരു കോട്ടവും തട്ടാതെ ഇത് അനുവദിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞുള്ള കഥകളൊക്കെ നമുക്കറിയാം. 3 അടി മണ്ണിന് വേണ്ടി 1, 2 ഒക്കെ ആണെന്ന് മൂന്നാമത് തന്റെ ശിരസ് കാണിച്ചു കൊടുത്ത് പാതാളത്തിലേക്കിട്ട് താഴ്ത്തുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന കഥകളെല്ലാം നമുക്കറിയാം. അപ്പൊ എല്ലാ വർഷവും നമ്മളെ കാണാൻ വരുന്ന മഹാബലി നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമുക്ക് ചിന്തിക്കാവുന്നത്. മഹാബലി സ്വാംശീകരിച്ചിരിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. കൂട്ടായ്മ, ഹൃദയവിശാലത, സ്നേഹം, വിനയം, കാരുണ്യം, ഇങ്ങനെ പല ഈ വിശേഷണങ്ങളൊക്കെ മഹാബലിക്കുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമ്മുടെ ഈ പുതിയ തലമുറയിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം 10 ചെയ്യുകയും 100 കാണിക്കുകയും ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും തങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊഴികെ എല്ലാവരും ഈ ലോകത്ത് എവരിവൺ ഈസ് എൻജോയിങ് ദി ലൈഫ്. അപ്പൊ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം. അപ്പം നമ്മളെ തന്നെ പ്രശംസിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഇത് കറക്റ്റായിട്ട് അതിന്റെ വേർഡിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. Let not your own mouth praise you, let others tongues praise you. എന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ പ്രശംസിക്കാതെ മറ്റുള്ളവർ നിങ്ങളുടെ കർമ്മം കണ്ടുകൊണ്ട് പ്രശംസിക്കട്ടെ. അപ്പം എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സ് ആയാലും മഹാരഥന്മാരായ ആരും തന്നെ തങ്ങളെ തന്നെ പ്രശംസിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ കർമ്മമാണ് അവരെ പ്രശംസനീയരാക്കിയത്. ഉജ്ജ്വലമായ കർമ്മം കൊണ്ടാണ് അവർ പ്രശംസ അർഹിച്ചത്. അപ്പം ഞാൻ ഗുരുവിലേക്ക് വരികയാണ്. അപ്പൊ അതുപോലെ കർമ്മം കൊണ്ട് ഉജ്ജ്വലനായ ഋഷിതുല്യനായ ഒരു മഹർഷി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ, യുഗപ്രഭാവനായ ഗുരു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മധുര മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഋഷിവര്യനായിരുന്നു ഗുരുദേവൻ. മനുഷ്യരെല്ലാം ഒന്നായി കഴിയുന്ന ഒരു ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. ആ ഒന്നാകലിന്, മനുഷ്യരെല്ലാം ഒന്നാകുന്നതിന് എന്തെല്ലാം തടസ്സമാകുമോ അവയെല്ലാം സമൂഹത്തിൽ നിന്നും അതുപോലെ മനുഷ്യ മനസ്സുകളിൽ നിന്നും തുടച്ചു നീക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാനായിട്ട് ആണ് ഗുരു തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം, വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ വചനങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ എപ്പോഴും കാണുന്നത് വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻകൈൻഡ് എന്നാണ്. ഈ ഒരു ജാതി എന്ന് പറയുന്നത് ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഏതോ ഒരു പ്രത്യേക ജാതിയെ അല്ല. ഗുരുദേവന്റെ ജാതി മനുഷ്യത്വമാണ്, മനുഷ്യജാതിയായിരുന്നു ഗുരുദേവൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഗുരുവിനെ കുറിച്ച് എത്രയോ മഹത്തരമായ കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയും. സമയക്കുറവ് മൂലം 1-2 കാര്യങ്ങൾ മാത്രം വേഗത്തിലൊന്ന് സ്പർശിക്കാം. ഗുരു 27 ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തിയിട്ടെങ്കിലും അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെ കുറിച്ച് പറയാൻ കുറച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ മെൻഷൻ ചെയ്തിരുന്നു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെ കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. 1988 ശിവരാത്രി നാളിൽ നെയ്യാറിലെ ആഴമുള്ള കഴത്തിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലയെ അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ അതൊരു ശില എന്നതിനപ്പുറം ഒരു ആധുനിക കേരളത്തെയായിരുന്നു ഗുരു പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയത്തിനും ആവശ്യമില്ല. അതൊരു ചരിത്ര വിസ്ഫോടനമായിരുന്നു എന്നതാണ് സത്യം. അപ്പം അതുവരെ വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിരുന്നവരൊക്കെ ഗുരുവിനോട് താങ്കൾക്ക് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചു. അവകാശമെന്നല്ല ചോദിച്ചു, അധികാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അധികാരമുണ്ട്, നമ്മൾ പ്രതിഷ്ഠിച്ചത് നമ്മളുടെ ശിവനെയാണ് എന്നാണ് പറഞ്ഞ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയെ കുറിച്ച്. മറ്റൊരു പ്രതിഷ്ഠ തൃശ്ശൂര് ശ്രീ ചിദംബരം ക്ഷേത്രത്തിലെ കെടാവിളക്കാണ്. പരമ്പരാഗതമായ വിഗ്രഹാരാധനയ്ക്ക് പകരം സ്പിരിച്വൽ എൻലൈൻമെന്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഗുരു ഇവിടെ ഈ കെടാവിളക്ക് പ്രതിഷ്ഠിച്ചത്. പിന്നെ മറ്റൊരു എടുത്തു പറയാവേണ്ടത് കളവങ്കോടം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയാണ്. കണ്ണാടിയിൽ ചന്ദനം കൊണ്ട് ഓം എന്ന് വരച്ച് എഴുതി അദ്ദേഹം അവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി.
ദൈവം നമ്മളിൽ തന്നെയാണ്, നമ്മൾക്കുള്ളിൽ തന്നെയാണ്. കണ്ണാടിയിൽ നോക്കുന്ന നിങ്ങളെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ആ ദൈവം നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് എന്ന വലിയ ഒരു ആശയം എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ഗുരു ചെയ്ത പ്രതിഷ്ഠയായിരുന്നു. ഇതിൽ കണ്ണാടി പ്രതിഷ്ഠ ബുദ്ധനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചെയ്തതെന്ന് പറയുന്നവരുണ്ട്. ബുദ്ധന്റെ ഒരു ആശയം യു ആർ ദി ലൈറ്റ് ഓഫ് യുവർ സെൽഫ് എന്ന ബുദ്ധന്റെ ഐഡിയോളജി മലയാള ജനതയിലേക്ക് ഗുരു സന്നിവേശിപ്പിക്കുകയായിരുന്നു ആ പ്രതിഷ്ഠയിലൂടെ. മറ്റ് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നല്ല നല്ല പരിപാടികൾ ഇതിന് ശേഷമുള്ളത് കൊണ്ട് ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല. ഗുരു 61 വളരെ മഹത്തരമായ കൃതികൾ രചിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആൾക്കാർക്കും അതുപോലെ കുട്ടികൾക്കും പോലും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിലെ ദൈവദശകം എന്ന വിശ്വ പ്രാർത്ഥനാ ഗീതം മുതൽ അതിപ്പോ 104 ലോകഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ പണ്ഡിതന്മാരിൽ പണ്ഡിതരായവർക്ക് പോലും ഇതുവരെ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ആത്മോപദേശ ശതകവും ദർശനമാലയും ഉൾപ്പെടെ 61 കൃതികൾ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. ഇപ്പം കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇതിനുശേഷം ഗുരു ആരായിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയാനായിട്ട് ഒരു സെന്റൻസ് ഞാൻ പറയാം. എല്ലാവരിലുമുള്ള പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും വീണ്ടും ഒരു ഓണാഘോഷം, ഓണത്തിന്റെ ആശംസകളും അതുപോലെ ഗുരുദേവ ജയന്തി ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Thank you, Sandeep, for your enlightening and inspiring keynote address. Your words have beautifully reflected the values of Onam and the timeless teachings of Sri Narayana Gurudevan. We are truly grateful for your message on this special occasion. Let's once again show our appreciation with a big round of applause.